മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക തിരുമനസ് ഈ കഴിഞ്ഞിടെ നടത്തിയ എക്യുമെനിക്കലും ആത്മീയപരവുമായുള്ള യാത്രകളെക്കുറിച്ച് ഒരു വിവരണം നടത്താനാണ് കാത്തോലിക്കേറ്റ് ഓൺലൈൻ മീഡിയ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ തിരുമനസ്, നമസ്കാരം. ഈ സന്ദർശനങ്ങൾ, അതായത് കൈറോ, സിഡ്നി, ടർക്കി മുതലായ സ്ഥലങ്ങളിൽ നടത്തിയ സന്ദർശനങ്ങൾ മലങ്കര സഭയുടെ ഏതെല്ലാം രീതിയിലാണ്, അതായത് നമ്മുടെ ബന്ധത്തെ സ്വാധീനിച്ചിട്ടുള്ളത്? ആദ്യമായിട്ട് വിദേശ സഭകളിലെ സഭാ മേലധ്യക്ഷന്മാരുമായിട്ടും അതുപോലെ നമ്മുടെ സഭയുടെ പ്രദേശങ്ങളിലെ ആളുകളുമായിട്ടും കൂടുതൽ അടുപ്പത്തിലുള്ള ബന്ധമുണ്ടാക്കുക എന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. അതിനാദ്യമായി നമ്മൾ സന്ദർശനം നടത്തിയത് ദുബായിൽ വെച്ചാണ്. ദുബായിൽ അർമീനിയൻ അപ്പോസ്തോലിക് സഭയുടെ പ്രധാന മേലധ്യക്ഷനായിരിക്കുന്ന ഗറേഗിൻ രണ്ടാമൻ കാതോലിക്കായാണ് കണ്ടത്. അദ്ദേഹത്തെ കാണുവാനുള്ള പ്രത്യേക സാഹചര്യം മലങ്കര സഭയുടെ പ്രത്യക്ഷമായിരിക്കുന്ന ചരിത്രവും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളും അവരെ ബോധ്യപ്പെടുത്തണമെന്ന് നമുക്ക് തോന്നി. അദ്ദേഹം അന്ത്യോക്യ പാത്രിക്കീസുമായിട്ടും ഒക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽ ചില തെറ്റിദ്ധാരണകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു. അപ്പോൾ അത് തിരുത്തി കൊടുക്കുന്നതിനും സഭയുടെ യഥാർത്ഥ സ്ഥിതി എന്താണ്, ചരിത്രം എന്താണ്, സത്യം എന്താണ്, സഭയുടെ നിലപാടെന്താണ്, സഭയുടെ വീക്ഷണം എന്താണ്, ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കാനാണ് പോയത്. ഏകദേശം 2 മണിക്കൂർ നേരത്തോളം വളരെ വിശദമായി സംസാരിക്കാനും ആശയവിനിമയങ്ങൾ നടത്തുവാനും സാധിച്ചു. സഭയുടെ അസ്തിത്വത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് സിഡ്നിയിലേക്ക് യാത്ര ചെയ്തത് സഭയുടെ ഒരു ഭദ്രാസനം പുതുതായിട്ടുണ്ടാക്കിയ ഭദ്രാസനമായ ഏഷ്യ പസഫിക്കിലെ പ്രഥമമായ യാത്രയാണ്. പുതിയൊരു മെത്രാപ്പൊലീത്തായെ അവിടെ വാഴിച്ചു കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ആ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്ത മലങ്കര മെത്രാപ്പൊലീത്തായ നാം തന്നെയാണ്. അതുകൊണ്ട് ഒരു ഭദ്രാസനം രൂപീകൃതമായിട്ടുള്ള ആദ്യത്തെ വിസിറ്റായിരുന്നു അത്. ആ ഭദ്രാസനത്തിൻ്റെ 1ാം വാർഷികം കൂടിയായിരുന്നു. അങ്ങനെ ആണ് സിഡ്നിയിലെ പ്രവർത്തനങ്ങളെല്ലാം ഒരുമിച്ച് നേരിട്ട് കാണുവാനും അതുപോലെ സഭ ആ ഭദ്രാസനത്തിൻ്റെ ആസ്ഥാനമായ കാൻബറയിൽ പോകുന്നതിനും അവിടെ ഭദ്രാസനത്തിന് വേണ്ടി പുതിയതായി വാങ്ങിക്കുവാനുള്ളതായ സ്ഥലവും അതിൽ പണിയാനുള്ളതായിരിക്കുന്ന ഭദ്രാസന അരമനയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുവാനും അതിനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുവാനുമൊക്കെ സാധിച്ചു. അത് അധികം താമസിയാതെ ആ സ്ഥലം വാങ്ങി അവിടെ കെട്ടിടം പണിത് ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഭദ്രാസന കൗൺസിലും ഭദ്രാസനത്തിലെ വൈദികരുടെയും ഒക്കെ ഒരുമിച്ചുള്ളതായ സമ്മേളനങ്ങളുമൊക്കെ നടത്തുവാൻ സാധിച്ചു. അങ്ങനെ ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിൻ്റെ വികസന സാധ്യതകളും അതിന് മുന്നോട്ടുള്ള യാത്രയിൽ നാം നേരിടേണ്ടതായിരിക്കുന്ന വെല്ലുവിളികളും അതേസമയത്ത് അതിനുള്ള പോംവഴികളും ഒക്കെ ചർച്ച ചെയ്യുക എന്നുള്ളതായിരുന്നു അവിടുത്തെ ഉദ്ദേശം. മൂന്നാമത് നമ്മൾ കണ്ടത് കെയ്റോയിലാണ്. കെയ്റോയിലെ ഈജിപ്തിലെ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ പ്രധാന മേലധ്യക്ഷനായ പോപ്പ് തെവോദോറോസിനെ കാണാനാണ് പോയത്. അദ്ദേഹത്തെയും
ഇതുപോലെ സഭയുടെ ചരിത്രവും സത്യവും സഭയെ സംബന്ധിച്ചുള്ളതായ കാര്യങ്ങളും ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. എന്താണ് മലങ്കര ഓർത്തഡോക്സ് സഭ? അദ്ദേഹം ഇതുവരെയും ഇവിടെ വന്നിട്ടില്ല. പ്രത്യേകമായി അദ്ദേഹത്തെ ക്ഷണിക്കാനും ഏതെങ്കിലും ഒരു സമയത്ത് അദ്ദേഹം വരുവാനുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഗാരഗിൻ കാതോലിക്കോസ് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നമ്മൾ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് വീണ്ടും വരുവാനായിട്ട്. ഈ പാത്രികേസിനെ നമ്മൾ ക്ഷണിച്ചു. അദ്ദേഹവും വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. സൗകര്യപ്പെടുന്നതായ സമയത്ത് നമ്മൾ ക്ഷണിക്കുകയും പ്രത്യേകമായ ഒരു ഒക്കേഷൻ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ നല്ല ഒരു വരവേൽപ്പാണ് അവിടെ ഉണ്ടായത്. കാരണം അർമീനിയൻ കാതോലിക്കോസിനെ കണ്ടത് ദുബായിലൊരു ഹോട്ടലിൽ വെച്ചാണ് എന്നുള്ളത് കൊണ്ട് അവിടെ ഔദ്യോഗികമായിരിക്കുന്ന സ്വീകരണങ്ങളൊന്നുമില്ല. ഇത് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനത്തായതുകൊണ്ട് അവർ വളരെ ഒരു റോയലായിരിക്കുന്ന ഒരു വെൽക്കമാണ് തന്നത്. അവിടെ കാതോലിക്കായും അവരുടെ അടുത്തുള്ള മെത്രാപ്പോലിത്തന്മാരും വൈദികരും എല്ലാവരും വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് നമ്മളെ ആനയിച്ച് കാര്യങ്ങളെല്ലാം വളരെ ബഹുമാനത്തോടെ ആദരവോടുകൂടി ഒരു സഭാ മേലധ്യക്ഷന് സാധാരണ കൊടുക്കാവുന്ന ഏറ്റവും ഉന്നതമായ ബഹുമതികളോടാണ് അവർ നമ്മളെ സ്വീകരിക്കുകയും വേണ്ടി ചെയ്തത്. അവിടെയും നമ്മുടെ ചർച്ചാ വിഷയം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചരിത്രവും സത്യവും അതിൻ്റെ പ്രവർത്തന ശൈലികളും എന്താണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. പിന്നീടാണ് നമ്മൾ ഈ ഇസ്നിക്കിൽ പോയത്. അതായത് ടർക്കിയിൽ AD 325 നൂക്യ സുന്നകദോസ് നടന്ന സ്ഥലം. ആ സ്ഥലം ഒരു കടൽ തീരമാണ്. അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പിന്നെ സമ്മേളനം നടന്നെടുത്ത ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയൊക്കെ പിന്നീട് കാലക്രമത്തിൽ ഒലിച്ചുപോയി. ഇപ്പോൾ അവിടെ അതിൻ്റെ റിമെയിൻസ് ഉണ്ട്. ആ റിമെയിൻസ് എക്സ്കവേഷൻ ചെയ്ത് കണ്ടുപിടിച്ചു. ആ സ്ഥലത്ത് ഒരു പ്രത്യേകമായ സ്റ്റേജ് സംവിധാനം ഉണ്ടാക്കി 1700ാമത്തെ വാർഷികം അവിടെ ആചരിക്കുകയാണ് ചെയ്തത്. അവിടെ എല്ലാ സഭകളിൽ നിന്നുള്ളതായ പ്രതിനിധികളെ അവർ ക്ഷണിച്ചിരുന്നു. അപ്രകാരം ഓർത്തഡോക്സ് സഭയുടെ എക്യൂമെനിക്കൽ പേറ്റിയാർക്കായിരുന്ന ബർത്തലോമിയോ പേറ്റിയാർക്കുണ്ടായിരുന്നു. റോമിലെ പോപ്പ് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ സിറിയൻ പേറ്റിയാർക്ക് അപ്പറ കരീം ഇപ്പോഴത്തെ പേറ്റിയാർക്കുണ്ടായിരുന്നു. പിന്നെ ഞാനുമാണ് ഉണ്ടായിരുന്നത്. 4 സഭാ മേലധ്യക്ഷന്മാരാണ് ഉണ്ടായിരുന്നത്. ബാക്കി വിവിധ സഭകളിൽ നിന്ന്, പ്രൊട്ടക്ഷൻ സഭകളിൽ നിന്ന് പോലും ഉള്ളതായിരിക്കുന്ന പ്രതിനിധികളാണ് വന്നത്. കോപ്റ്റിക് ചർച്ചിൽ നിന്നും അർമീനിയൻ ചർച്ചിൽ നിന്നും അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഉള്ള പ്രതിനിധികൾ വന്നു. WCCയുടെ ജനറൽ സെക്രട്ടറി വന്നിരുന്നു. അങ്ങനെ ഒരു സുവർണ അവസരമായിരുന്നു. എല്ലാവരും കൂടി 1700ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് ഒരു പ്രൊസഷനൊക്കെ നടത്തി എല്ലാവരും കൂടെ ഒരു 10-30 മിനിറ്റ് നീളുന്നതായ ഒരു പ്രാർത്ഥന എല്ലാവരും ഒരുമിച്ച് ചേർന്ന്, എല്ലാ സഭകളും കൂടി ഒരുമിച്ച് ചേർന്ന് നടത്തി. കാരണം ഇന്ന് കാണുന്ന എല്ലാ സഭകളും പിന്നീടുള്ളതായിരിക്കുന്ന വേദശാസ്ത്രപരമായ ചരിത്രപരമായ വ്യതിയാനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എല്ലാവരും ഒരുമിച്ച് ഇന്നും വിശ്വസിക്കുന്നതും ഇന്നും ഏറ്റുപറയുന്നതും നിഖ്യാവിശ്വാസ പ്രമാണമാണ്. അതുകൊണ്ട് എല്ലാ സഭകളും ഒരുമിച്ച് ആ ഒരു സിംബൽ ഓഫ് യൂണിറ്റി കാണിക്കുന്നതിന് വേണ്ടി അവിടെ തയ്യാറായി. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനയെല്ലാം ലക്ഷ്യമാക്കിയത് സഭയുടെ ഏകത, സഭയുടെ വൈവിധ്യത്തിൽ നിൽക്കുന്നതായ സമയത്തും വിശ്വാസത്തിലുള്ള ഏകതയിൽ വരുവാനുള്ളതായ ഒരു വലിയ പ്രാർത്ഥനയാണ് അവിടെ നടത്തിയത്. ഓരോരുത്തരും കാലദേശപരമായിട്ട് പലതരത്തിലുള്ള സംസ്കാരത്തിലും കൾച്ചറിലൊക്കെ ജീവിക്കുമ്പോൾ അവിടെ അതിനനുസരിച്ചുള്ളതായിരിക്കുന്ന ആരാധനാ പാരമ്പര്യങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ആഫ്രിക്കയിലുള്ളവരും ഏഷ്യയിലുള്ളവരും യൂറോപ്പിലുള്ളവരുമൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന രീതിയിലുള്ള ഒരു കൾച്ചറിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ ആ കൾച്ചറിനോടനുബന്ധിച്ചുള്ളതായിരിക്കുന്ന ആരാധനാ സവിശേഷതകളൊക്കെ കാണും. ആ സവിശേഷതകളൊക്കെ മാറ്റി നിർത്തിയാലും അടിസ്ഥാനപരമായി സഭയ്ക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസമുണ്ട്. ആ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ എല്ലാവരും യോജിപ്പോടുകൂടെ മുന്നോട്ട് നീങ്ങുവാനുള്ള ഒരു ആഹ്വാനത്തിനുള്ള പ്രാർത്ഥനയാണ് അവിടെ നടത്തിയത്. അങ്ങനെയൊരു സന്ദർഭത്തിൽ അവിടെ
ഒരു സമയം അത് ബർത്തലോമിയോ പാത്രികീസും പിന്നെ പോപ്പും അന്ത്യോക്യ പാത്രികീസും പ്രാർത്ഥന കഴിഞ്ഞിട്ട് എനിക്കും പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം കിട്ടി. ഞാനും അവിടെ പ്രാർത്ഥിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ഒരു സഭയ്ക്കൊരു അംഗീകരണം ലഭിച്ചതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് വേറെ ഒരു ക്രിസ്ത്യാനിയും ഇല്ലായിരുന്നു അവിടെ. ആ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രതിനിധി ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാൻ അന്നേരം ഓർപ്പിച്ചത്, കാരണം നിക്കാ സുന്നതോസ് 325 കൂടുമ്പോൾ ഈ ഇന്ത്യ പേർഷ്യ എല്ലാം കൂടെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒരു ദാവീദ് ബിഷപ്പാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ സ്ഥാനത്ത് ഇന്ന് 1700 വർഷം കഴിഞ്ഞപ്പോഴും ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രതിനിധിയായി തീരാൻ എനിക്കും സാധിച്ചു എന്നുള്ളത് ഒരു വലിയ സന്തോഷമായി ഞാൻ ഇതിനെ കണക്കാക്കി. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. അങ്ങനെ അതും നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, എക്യൂമെനിക്കൽ രംഗത്തും ആഗോള ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രാതിനിധ്യത്തിലും ഒരുമിച്ചുള്ളതായിരിക്കുന്ന ഒരു കൂട്ടായ പ്രാർത്ഥനയിലും വരാൻ സാധിച്ചത് വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. തീർച്ചയായിട്ടും.